ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ഗായത്രി, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിലെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ജനുവരി 2025 സെർവിക്കൽ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. ഗർഭാശയ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ക്യാൻസർ സംബന്ധമായ സ്ത്രീ മരണത്തിൽ സെർവിക്കൽ ക്യാൻസർ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡിംഗ് കോസാണ്. സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോഴേക്കും ക്യാൻസർ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. 95% സെർവിക്കൽ ക്യാൻസറുകളും HPV വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. HPV വൈറസ് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് വൈറസ് ആണ്. 50% ഓഫ് സ്ത്രീകൾക്കും അവരുടെ ജീവിത കാലയളവിൽ ഒരു 15 മുതൽ 25 വയസ്സിനിടയ്ക്ക് HPV വൈറസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. പക്ഷെ നമ്മുടെ ബോഡി അതിന്റെ ഇമ്മ്യൂണിറ്റി കാരണം ഒരു 6 മുതൽ 12 മാസത്തിൽ ഈ വൈറസിനെ ബോഡി ക്ലിയർ ചെയ്യും. HPV വൈറസുകൾ പല വിധമുണ്ട്, 100-ലേറെ വിധങ്ങളുണ്ട്. അതിൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകളുടെ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ പെർസിസ്റ്റ് ചെയ്യുകയും ഓവർ 10 ഇയേഴ്സ്, ഒരു 10 വർഷ കാലയളവിൽ ഈ വൈറസ് പ്രീ ക്യാൻസറസ് ലീഷൻസ്, അതായത് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതും കഴിഞ്ഞ് പിന്നെയും ഒരു 10 മുതൽ 20 വർഷം വരെ എടുത്ത് ഈ HPV വൈറസ് ഇൻഫെക്ഷൻ പ്രീ ക്യാൻസറസ് ലീഷൻസിൽ നിന്നും ക്യാൻസറായി മാറുകയും ചെയ്യും. പേഷ്യൻ്റ് സിംറ്റംസ് ആയി വരുമ്പോഴേക്കും ക്യാൻസർ അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായേക്കാം. പേഷ്യൻസ് മിക്കവാറും വജൈനൽ ബ്ലീഡിങ് ആയിട്ടായിരിക്കും ഈ സെർവിക്കൽ ക്യാൻസർ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം സെർവിക്സ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ വായ് ഭാഗത്തിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അവിടുന്ന് ബ്ലീഡിങ് പേഷ്യൻസ് വജൈനൽ ബ്ലീഡിങ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മിക്കവാറും ഇത് ഒരു ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫിലായിരിക്കും വിമന് വരുന്നത്. ഒരു 50 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ക്യാൻസർ ഒരു സിംറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴേക്കും പക്ഷേ ക്യാൻസർ അതിൻ്റെ ഫെർദർ സ്റ്റേജസിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. കൃത്യമായ സ്ക്രീനിങ്ങും HPV വാക്സിനേഷനും വഴി 95% സെർവിക്കൽ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. ആദ്യം HPV വാക്സിനേഷനെ പറ്റി നമുക്കറിയാം. HPV വൈറസുകൾ 100-ൽ പരം വൈറസുകളുണ്ട്. അതിൽ HPV-16 HPV-18 ക്യാൻസറിന് കാരണമാകുന്നത്. ഒരു 70% ഓഫ് ക്യാൻസർ ഈ 2 വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാക്സിൻസ് എന്ന് പറയുമ്പം പലതരം വാക്സിൻസ് ഉണ്ട്. സർവാരിക്സ്, ഗാഡാസിൽ, നമ്മുടെ ഇൻഡിജിനസ് വാക്സിനായ സർവാവാക്, ഗാഡാസിൽ 9 എന്നിവയാണ് വാക്സിൻസ്. അതിൽ സർവാരിക്സും ഗാഡാസിലും സർവാവാക്കും ആണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സർവാരിക്സ് HPV-16 and 18 അഗേൻസ്റ്റ് ആയിട്ടുള്ളതും സർവാവാക്കും ഗാഡാസിലും 6, 11, 16, 18 എന്നീ വൈറസുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷനാണ്. ഇനി എങ്ങനെ ആർക്ക് എപ്പോൾ കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് 2 ഡോസ് വാക്സിൻ 6 മാസ ഇടവേളകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി 15 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്കും 25 മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും 3 ഡോസ് വാക്സിൻ ആവശ്യമാണ്. അത് ഇപ്പോൾ സർവാരിക്സ് ആണ് കൊടുക്കുന്നത് എങ്കിൽ 0, 1, 6 എന്നീ മാസക്രമങ്ങളിലും, സർവാവാക്കോ ഗാഡാസിലോ ആണ് കൊടുക്കുന്നതെങ്കിൽ 0, 2, 6 എന്നീ മാസക്രമങ്ങളിലുമാണ് കൊടുക്കേണ്ടത്. വാക്സിൻ നമുക്ക് 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കാം. പക്ഷേ 25 വയസ്സിന് ശേഷവും സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളിലും ഈ വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറവായിരിക്കും എന്നുള്ളതാണ്. സോ ഒരു 30 വയസ്സിന് ശേഷം വാക്സിനുകളെക്കാട്ടിൽ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ആയിരിക്കും കൂടുതൽ ഫലപ്രദം. സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് 2 വിധത്തിലാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പാപ്സ്മിയർ ആണ് ഒന്ന്. പാപ്സ്മിയർ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 30 വയസ്സിന് ശേഷമുള്ളവർക്ക് 3 വർഷത്തിൻ്റെ ഇടവേളകളിൽ പാപ്സ്മിയർ എടുക്കേണ്ടതാണ്, 65 വയസ്സ് വരെ. അടുത്തത് HPV കോ ടെസ്റ്റിംഗ് ആണ്. അതിൽ നമ്മൾ HPV DNA ടെസ്റ്റ് കൂടെ ചെയ്യുന്നുള്ളത് കൊണ്ട് 5 വർഷത്തിൻ്റെ ഇടവേളകളിൽ ചെയ്താൽ മതിയാകും. അതും 65 വയസ്സ് വരെ നമുക്ക് ചെയ്യേണ്ടതാണ്.